അല്ല രമണി പോയിരുന്നില്ല. എന്താ അവള് ഇറങ്ങിയാലേ താൻ വരുള്ളൂ. അല്ല ഓക്ക് എന്തെങ്കിലും പണി സാധനം വാങ്ങാലോ. ഞാൻ വരുന്നുണ്ട്. ഞാൻ ചോദിച്ചോക്കണോ? താൻ ഇങ്ങനെ നടക്കുക. എത്ര എന്റെ മുടി കാട്ടിയിരിക്കണു. അത് ഞാൻ തന്നെ അങ്ങോട്ട് വെട്ടി. ഞാൻ വിചാരിച്ചു വല്ല മഞ്ചേരും കടന്നു തുടങ്ങിയിട്ട് കൂറ തിന്നതാണ്. അതിന് എന്റെ സ്റ്റൈലിനൊത്ത ഒരു ബാർബർ ഷോപ്പും ഇവിടെ ഇല്ലടോ. കത്രി കണ്ടല്ലോ എന്താ പേര്? ആ ബുഷ് ഇട്ടണ യന്ത്രോ. അതെ, അതുകൊണ്ട് അങ്ങോട്ട് വെട്ടി. അതിനേക്കാൾ നല്ല രസം മണനാർന്നാണ് കത്തിച്ചേ. താൻ എന്തിനപ്പൊ എന്തോ പറയാൻ വന്നത്? ആ ഞാൻ പറഞ്ഞു വരുന്നു അപ്പുണ്ണിയെ. ആ നിങ്ങളൊക്കെ എവിടുന്നാ വരുന്നു തന്നെ? ആ ആയിക്കോട്ടെ. താൻ എന്താ പറഞ്ഞു വരാന്ന് വെച്ചത്? ഇക്കുറി എല്ലാരും അപ്പൊ അവിടെ തന്നെയാണ് കേട്ടോ. എവിടെ? ജാംജൂമിലേ. ഓ അവിടെ എന്താ? അവിടെ കുറി ഈദ് മോശമായിട്ട് തന്നെ നടത്തണേ. ജാംജൂമാൻ അങ്ങനെ ഈദ് മോശമായിട്ടൊന്നും കൊടുക്കൂലല്ലോ. പക്ഷെ അതിന് തെളിവ് ഞാൻ കൊടുത്തുകൂടെ. എന്താ ഇതൊന്ന് നോക്കേ. ആ നിന്റെ അടുത്തുണ്ടല്ലോ. എന്തേ ഈദ് മൗസം? ഞാൻ പോയി ചോദിച്ചു നോക്കട്ടെ. എന്തേ മാനെ കൊണ്ടുവരാൻ പറഞ്ഞു. അതൊന്നല്ല അങ്ങോട്ട് വരാ. അല്ലേ ഞാൻ ദിവ്യദൃഷ്ടിയിൽ കാണാണ് കോയെ. എന്താ പുണ്യ ശ്വാസം കിട്ടണില്ലേ? കോയെ ഇത് ജാംജൂമുകാര് പെരുന്നാൾ അനുബന്ധിച്ച് ഈദ് മൗസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫർ ഇട്ടിരിക്കാണ് കോയെ. ഇത്രയും തനിക്ക് നോക്കി പറഞ്ഞതിന്റെ കോയെ കുറച്ച് ചില്ലറ ഉണ്ടെങ്കിൽ തരിക. ഒയ്ക്കാറ്റ അവിടുന്ന് അതൊക്കെ എല്ലാവർക്കും അറിയാം. ആ കുട്ടികൾ വരെ എന്റെ അവിടുന്നല്ലേ കാണിക്കാച്ച് കായ് വാങ്ങാൻ വേണ്ടി കൂട്ടായി പേര് വന്നേക്കോ. ഇനി ചോറ് കഴിക്കാൻ കഴിഞ്ഞല്ല വന്ന മാതിരി 1:30 ആവാൻ നിൽക്കരുത്. നേരത്തെ പോകുന്നുണ്ടോ? തന്റെ പെരുന്നാൾ നിസ്കാരം കഴിയുമ്പോക്കും ഞാൻ അവിടെ ഉണ്ടാവും. ശകുനം മുടങ്ങിയതാ. എന്റെ മൂത്താക്ക് വീണ എന്തിനാ എന്റെ കാൽമൊക്കെ വലിച്ചിട്ട്? എത്രയും പെട്ടെന്ന് ജാംജൂമിന്റെ ഉള്ളിലേക്ക് പോണം കോയെ. മറ്റേത് ഉൽക്കകളൊക്കെ വന്ന് വീഴും. ശകുനല്ലേ മുടങ്ങി. ഓലക്കാണ് ഉണങ്ങിയ പട്ടയുന്നതേ. ആ ഞാൻ പറഞ്ഞ കായ് ഉണ്ടാക്കാൻ നിൽക്കണ്ട. നടക്കാണ്ട് എന്താ തലി കഴിച്ചു. അവിടെ ഇങ്ങനെ നിക്കണ്ട, തലയ്ക്ക് വല്ലതും വീഴും. 5 കിലോന്റെ അജ്മീന്റെ തവിട് പൊടി. തവിട് പൊടിയോ? പുട്ടുപൊടിയാണോ? വെറും 295 ഉറുപ്പിയുള്ളൂ. അത് അങ്ങനെയും വായിച്ചാൻ പറ്റുമോ? കോയെ ഇതെന്താ എഴുതിയിരിക്കണോ? ഒലക്കന്റെ മൂട് ഒരക്കന്റെ മൂടെ ഇങ്ങോട്ട് മാറുന്ന മിൽക്ക് മേഡ് 123 റുപ്യ. അതാണ് നല്ല ബിരിയാണി അരിയൊക്കെ 59 റുപ്യൊക്കെ കൊടുക്കണത്. ജ്യൂസുകൾക്കൊക്കെ വെറും 59 രൂപയ്ക്ക്. ജ്യൂസ് അല്ലത് സോസാണത്. നേരോ? ആ കയ്യേ അതന്നെ പറഞ്ഞിട്ട് വിടേ. അതല്ലടോ എന്തത്? അത് നെയ്യാണ്. അത് പറയാ. വെറും 279 ഉറുപ്പിക്ക്. അയച്ചാറ പറ പലാസ. ദേവിയേ എന്തേ നിറപറന്റെ മസാല ഇടൂ. കരിങ്കോയെ തന്നെ വെറും 29 റുപ്യ. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാം. എഴുതിയത് തെറ്റിയതാ. റെഡി അല്ലേ? അടുത്ത് പറയാണേ. പഠിച്ചാൽ ഇത് ഇംഗ്ലീഷ് ആണല്ലോ. മിക്സിയില് 365 ഇട്ടിട്ട് അരച്ചുണ്ടാക്കി അച്ചാർ. ഇതെന്താ 365 അരക്കോട്ട് മിക്സ് 365 അച്ചാറാടോ. മരമണ്ട കുറച്ച് ജുംഗ്ലീഷ് ഒക്കെ പഠിക്കണം. പുണ്യേ തൈരുണ്ടെങ്കി പിന്നെ ആർക്കറിയാം. ചോറിന് പിന്നെ ഒന്നും വേണ്ട. അതെ വെറും 99 റുപ്യ മതി. ഈ പെരുന്നാള് നിങ്ങൾ എല്ലാരും കൂടെ ഒത്തുകൂടിക്കാണ്ട് ആഘോഷിക്കാനാണ് തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലേ സാധനങ്ങൾ വാങ്ങാൻ നേരെ ഇങ്ങോട്ട് പോകുന്നോളി നമ്മളെ ജാംജൂമുക്ക്. മെയ് 21 മുതൽ 29 വരെ ജാംജൂമില് ഈദ് മോസം എന്ന് പറഞ്ഞിട്ട് ഒരു വമ്പൻ പെരുന്നാൾ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഓഫർ നടക്കുന്നത് ജാംജൂമിന്റെ കുന്നുമ്മല്, കിഴക്കേതല, പെരിന്തൽമണ്ണ, മേലാറ്റൂര്, നിലമ്പൂര്, കൽപ്പറ്റ, കാലിക്കറ്റ് തുടങ്ങിയ എല്ലാ ഷോറൂമിലും ഉണ്ട് കേട്ടോ. അപ്പൊ ഈ പെരുന്നാൾക്ക് സാധനങ്ങൾ വാങ്ങാൻ ഒത്തുചേരല് നമ്മളെ ജാംജൂമിലായിക്കോട്ടെ.